രാജു എത്ര ദിവസം വേണ്ടത്? നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണം. പിന്നെ എങ്ങനെയുണ്ട് ഡോഗ് സ്ക്വാഡിലെ ജോലിയൊക്കെ? ഞാനും കുറെ പട്ടികളും. സുഖം, ഔദ്യോഗിക ടെൻഷനൊന്നുമില്ല. അത് ശരി. അല്ല, ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത്. കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു. ഇരണിയിൽ നാദാമംഗല ഫെയിം ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച കാലത്ത് അവനെന്തോ റഫായി പെരുമാറിയെന്നും പറഞ്ഞു. അതിന് മാപ്പി വെച്ചുകൊണ്ട്. എനിക്കറിയാം, ഞാൻ അഡ്രസ് കൊടുത്തത്. അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു. CBIയിലെ സേതുരാം അയ്യർ അലക്സിനെ കാണാൻ വന്നു. അയാളിപ്പോ ഡൽഹിയിലല്ലേ? അതെ, പക്ഷെ ഇപ്പൊ ലീവിന് നാട്ടിലുണ്ട്. സ്വാമി എന്തിനാ വന്നത്? അവരെന്താ സംസാരിച്ചേ? നോ ഐഡിയ. അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു. അത് കൊള്ളാമല്ലോ. സ്വാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു. കോളാടി വർക്ക് ചെയ്യല്ലേ? എവിടെയാണല്ലോ താൻ? തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ? നന്നായി. തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഞാൻ പിന്നീട് ഈ ജയിലർ രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ലെന്ന്. എന്നാലും സ്വാമിയോട് അവൻ എന്തു പറഞ്ഞിട്ടുണ്ടാവും? പറയാൻ അലക്സിന് എന്തറിയാം? എന്തിന് കണ്ടു, എന്ത് സംസാരിച്ചു, ഇപ്പൊ അതല്ല വിഷയം. അവൻ സംസാരിച്ചു. കേട്ടത് സേതുരാമയ്യ. 6ാം ഇന്ദ്രിയമുള്ളവനാണ് അയാൾ. എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ മുന്നിൽ. ഈ CBI എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ. പക്ഷേ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല, ആടിമൂടി അറിയാതൊന്ന് പറയ്ക്കും. ഇറ്റ്സ് എ ഫാക്ട്. ആ 750 രൂപയായി. അവിടെ തരും. ചോദിച്ചു, പേഴ്സ് എടുക്കാൻ മറന്നു. ഇപ്രാവശ്യം സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു. പേഴ്സ് എടുക്കാൻ പറഞ്ഞെങ്കിൽ വല്ല വാച്ചോ മോതിരോ ഊരിത്തരം പറ പണയത്തിന്. നാറി. ഇങ്ങനെ ഒരു ജന്മം, കഷ്ടം. എനിക്ക് തന്നെയല്ല പേടി, ആ ഔസേപ്പച്ചനെ. പട്ടരുടെ പേര് കേട്ടാലേ 10 ദിവസത്തെ പനിയായ. പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോൾ തുടങ്ങിയ വിറയൽ ഇപ്പോഴും നിന്നിട്ടില്ല. എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത്. അണ്ണാക്കി വിരൽ വിട്ട് മിണ്ടായിരുന്നോളാം പറ. ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവും ആ അയ്യരോട്? സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ഇപ്പൊ വരാം. ഹലോ, അതെ, ഉണ്ടല്ലോ. കൊടുക്കാം. ഏതോ ഒരു ജേർണലിസ്റ്റാ. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. താങ്കൾ ഈ അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു. എന്തായിരുന്നു സാർ കാര്യം? ആ കേസിൽ CBIക്ക് എന്തോ തെറ്റുപറ്റി, അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില അഭിയോഗങ്ങളുണ്ട്. എനി ഫാക്ട് ഇൻ ദാറ്റ്? എന്നോടിപ്പോൾ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ. അതെന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? കാരണം സാധാരണ ജേർണലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. പരിചയമില്ലാത്ത ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തൻ്റെ പേര്, പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും, അല്ലേ? സോറി, എൻ്റെ പേര് അനിലെന്ന, ഫ്രീലാൻസറാണ്. മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ്? പെട്ടെന്ന് കിട്ടുന്നില്ലല്ലേ? സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഹോൾഡ് ചെയ്യാം. നാശം. ഏകദേശം സാറിനുണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആൾ തന്നെ. ആരാ അത്? കണ്ണൂർ ജയിലിലെ ജയിലർ രാജു. ഒരുപക്ഷെ സാറ് മറന്നു കാണില്ല, നമ്മുടെ പഴയ DYSP ദേവദാസ്, കുമാരപുരം ഫെയിം. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സത്യദാസ് DYSPയാ. ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്നു. അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്നു. അയാൾ അങ്ങനെ ചോദിച്ചതിന് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ. എന്താ? അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ DYSP ആയിരുന്നു. ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ?
ആ പിന്നെ തൻ്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഫിക്സ് അപ്പ് an appointment and call me. Today onwards, we are on the game. Let's wish good luck ourselves. വഴി കറക്റ്റാണോ? കുറെ വർഷമായില്ലേ, ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം. ഈ ഇരണിയലിലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട്. ആ. ഇരണിയൽ വീട്, 5 കൊലപാതകങ്ങൾ നടന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ, ഉണ്ടെങ്കിൽ ആര്, തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ആർക്കും സംശയം തോന്നരുത്. സർ. സാറേ, കേരള ഭാഗ്യക്കുറി ഒന്നെടുക്കട്ടെ. സാർ, ഒരു ഭാഗ്യക്കുറി. ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാ, ഞാനൊന്ന് പിരിച്ചുവിടട്ടെ. ഈശോയ്ക്ക് സ്തുതി. ആരാ? മനസ്സിലായില്ലേ? ഭൂട്ടാൻ, സിക്കിം, കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഗുജറാത്ത് ബമ്പർ. നാളെ 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 നാളെയല്ല മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. സാറാരാ? ഈ ഭാഗത്ത് എവിടെയല്ലയോ ഒരു വീട് കൊള്ളയടിച്ച് 3-4 പേരെ കൊന്നത്? അതിന്റെ മുറ്റത്തല്ലേ സാറ് നിൽക്കുന്നത്? ഇത് തന്നെ വീട്. ഓ, ഈ വീട്ടിലെ ആരാ? ഈ വീട്ടിലാരുമല്ല, ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത്. ഈ വീടാണ് അടയാളം പറഞ്ഞത്. 3-4 പേരെ കൊന്ന വീടല്ലയോ ഇത്? എന്നാ പറഞ്ഞ കീറട്ടെ. ഇപ്പൊ കീറ. പിന്നെ എപ്പ കീറണം? കീറാറാവുമ്പം പറയാം. ഓ, പറയണേ. ഓ, ആ, പറയാൻ ജീവിച്ചിരുന്നിട്ട് പോലെ. കേരള ഭാഗ്യക്കുറികൾ, സംസ്ഥാന ഭാഗ്യക്കുറികൾ. ആ, ഈ വേഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മനസ്സിലായി. മനസ്സിലാക്കി തരാം. താൻ എന്തിനാടോ കള്ളം പറഞ്ഞത്? ഈ വീട്ടിലേക്കല്ല, അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാടോ ഈ വീടിന്റെ തിണ്ണേ കയറി നിരങ്ങുന്നത്? അല്ല, ഈ വീട്ടിലേക്കല്ല വന്നത്, അടുത്ത വീട്ടിലേക്കാ വന്നത്. പണ്ട് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വരുന്നു, ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക്. ആ വീട്, ഈ വീട്, ചിന്ന വീട്. തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന്. പകലെല്ലാം ഒന്ന് നോക്കി വെക്കുക, രാത്രി ആവുമ്പോ എല്ലാത്തിനും തട്ടിക്കളയാ. കള്ള കള്ള അനാവശ്യം പറഞ്ഞാലുണ്ടോ? അനാവശ്യം പറഞ്ഞാൽ താൻ എന്റെ മൂക്കിൽ വലിച്ചു. ഇത് വലിയ കോടാലി ആയല്ലോ. കോടാലിയല്ലോ, പിക്കാസ്. കള്ളൻ 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 വരുന്ന കള്ളൻ. ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടുപ്പാ. ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ? ഇല്ല സർ, അല്ലാതെ തന്നെ മാരേജ് ചെയ്തു. വലിയ പാരയായി പോയി. ഇനി നാദാമംഗലത്തേക്ക്. ഇരട്ടക്കൊലപാതകം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട്. യെസ്. ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം, എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ട് ചെയ്യണം. സർ. 6432. സ്റ്റാർട്ടിംഗ് ടൈം 10:30 സർ. റിട്ടേൺ ചില്ലറയില്ല. 10-നുണ്ടോ? ആ, താ. മുമ്പ് ഇവിടെ കടത്തായിരുന്നു. ബ്രിഡ്ജ് അടുത്ത കാലത്താ വന്നെന്ന് തോന്നുന്നു. അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാ ഞങ്ങൾ പോയത്, ഞാൻ ഓർക്കുന്നു.
നാരായണന്റെ കൊലപാതകം CBI കൊണ്ട് അന്വേഷിപ്പിക്കുക ജനകീയ സമിതി. ഇതേത് നാരായണൻ? എന്താ സംഭവം? എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും CBI ഒരു മസ്റ്റാണ്. ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും. ആളുകൾ അത് നോട്ട് ചെയ്തു സർ. 54 സെക്കൻഡ് ഇവിടെ സ്റ്റേ. മാണിക്കുഞ്ഞിന്റെ വീട് അല്ലേ? അതെ സർ. പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്ക് ആരാ താമസം എന്നൊക്കെ. സർ. പിന്നെ വീടന്വേഷിച്ച് പോയി അവതരിച്ചാടരുത്. ഇല്ല സർ. ആകെ ദൂരം കവർ ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സർ. ആരാ എന്താ? സാറില്ലേ വീട്ടിൽ? ഇല്ല, കല്യാണത്തിൽ പോയി. കല്യാണത്തിൽ പോയി? ആടോ, കല്യാണത്തിൽ പോയിന്ന്. ഓ, നമ്മളാരാ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ, മറിയക്കുട്ടി. ഓ, കേട്ടിട്ടുണ്ട്. മറിയക്കുട്ടി. എന്താ കാര്യം? മറിയക്കുട്ടി, എന്തോ? ആരാ ഈ വീട്ടിൽ താമസം? കാശ് മുടക്കി വീട് വെച്ചാളോ? അതാരെന്ന് അറിയാതെയാണോ താൻ സാറ് ഈ വീട്ടിൽ ഇല്ലേ ചോദിച്ചത്? തന്റെ ഒളിഞ്ഞോട്ട കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടു. ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു. കടന്നു പോടാവുന്നു. അയ്യേ, താൻ പോയില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അത്തരക്കാരിയല്ല. ഇന്നാകെ കല്ലുകടിയാണല്ലോ.